ചരിത്രം ചില നിമിഷങ്ങളെ വിസ്മൃതിയിലേക്ക് തള്ളിയേക്കാം. പക്ഷേ ചില സത്യങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അവശേഷിക്കും. ഇന്ന് ആഴമേറിയൊരു നിശബ്ദതയിൽ നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ പ്രതിഫലിക്കുന്ന മുഖം നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ ആ കണ്ണുകൾക്ക് പിന്നിൽ കാണപ്പെടാത്ത ഇരുട്ടിൽ ഏകദേശം 1.4 കിലോഗ്രാം ഭാരമുള്ള 86 ബില്യൺ ന്യൂറോണുകളുടെ വിസ്ഫോടനങ്ങളാൽ നിർമ്മിതമായ ഒരു ജീവനുള്ള പ്രപഞ്ചമുണ്ട്. അതാണ് മനുഷ്യ മസ്തിഷ്കം. ഈ മഹാകാവ്യം ആരംഭിക്കുന്നത് അത്യാധുനിക ലാബുകളിലോ സ്കാനിംഗ് മെഷീനുകൾക്കിടയിലോ അല്ല, മറിച്ച് ആഫ്രിക്കൻ സവന്നകളിലെ ചുട്ടുപൊള്ളുന്ന മണൽത്തരികളിൽ ഏകദേശം 30 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പരുക്കൻ കല്ലുകൾ ആയുധമാക്കിയ ആദ്യ ഹോമിനിനുകളുടെ വിറയ്ക്കുന്ന കൈകളിൽ നിന്നാണ്. അന്ന് അവരുടെ തലച്ചോറിന് ഇന്നത്തെ നമ്മുടെ വലുപ്പത്തിന്റെ പകുതി പോലുമില്ലായിരുന്നു. എങ്കിലും ആ ചാരനിറത്തിലുള്ള കോശങ്ങൾക്കിടയിൽ ഒരു തീപ്പൊരി അന്ന് ജന്മമെടുത്തു. പഠിക്കാനും ഓർക്കാനുമുള്ള മോഹം. ഭയപ്പെടാനും സ്വപ്നം കാണാനുമുള്ള അടങ്ങാത്ത ത്വരയുടെ തുടക്കം. രാത്രികൾ തണുത്തുറഞ്ഞതും വന്യമൃഗങ്ങളുടെ ഗർജനങ്ങളാൽ ഭയാനകവുമായിരുന്ന ആ കാലം. ഗുഹാമുഖങ്ങളിൽ മനുഷ്യൻ ആദ്യമായി തീ തെളിച്ച ആ നിമിഷം അവൻ പ്രകൃതിയുടെ നിയമങ്ങളോട് ആദ്യമായി ഇല്ല എന്നുറക്കെ പറഞ്ഞു. തീ നൽകിയ ചൂടും സുരക്ഷയും വേവിച്ച ഭക്ഷണവും പരിണാമത്തിന്റെ പാതയിൽ ഒരു വഴിത്തിരിവായി. ശാസ്ത്രം അടിവരയിട്ട് പറയുന്നു, വേവിച്ച ഭക്ഷണത്തിലൂടെ ലഭിച്ച അമിതമായ കലോറി മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമായി. പശ്ചാത്തലത്തിൽ പൃഥ്വിയുടെ ഭാവം മാറി. കാടുകൾ പിൻവാങ്ങി, പുൽമേടുകൾ വിസ്തൃതമായി. തുറന്ന ഭൂമിയിൽ അതിജീവിക്കാൻ പഠിച്ച മനുഷ്യൻ ഗോത്രങ്ങളുണ്ടാക്കി. അവിടെ വെച്ചാണ് ഭാഷയുടെ ആദ്യ ഇഴകൾ നെയ്യപ്പെട്ടത്. ആംഗ്യങ്ങൾ അർത്ഥവത്തായ ശബ്ദങ്ങളായി രൂപാന്തരപ്പെട്ടു. ഓരോ പുതിയ വാക്കും ന്യൂറോണുകൾക്കിടയിൽ അഭേദ്യമായ പാലങ്ങൾ പണിയുകയായിരുന്നു. ഈ അതിജീവനത്തിനിടയിൽ ഭയം എന്ന വികാരം ഏറ്റവും വലിയ അധ്യാപകനായി മാറി. ഇരുട്ടിൽ ഇരപിടിയേണ്ട കണ്ണുകൾ തിളങ്ങുമ്പോൾ മസ്തിഷ്കത്തിന്റെ ആഴങ്ങളിലെ അമിഗ്ഡാൽ എന്ന കൊച്ചു പ്രദേശം അപായമണി മുഴക്കി. കോടിക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം സുരക്ഷിതമായ മുറികളിലിരിക്കുമ്പോഴും ആ പുരാതനമായ ഭയം നമ്മുടെ ഉള്ളിൽ ഒരു റിഫ്ലെക്സായി ഇന്നും ഉറങ്ങിക്കിടക്കുന്നു. കാലം അതിൻ്റെ പ്രയാണം തുടർന്നു. ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുൻപ് ഇരുളടഞ്ഞ ഗുഹാഭിത്തികളിൽ മനുഷ്യൻ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. അത് വെറും കലയായിരുന്നില്ല, മറിച്ച് മനുഷ്യരാശിയുടെ സ്മരണകളുടെ ആദ്യത്തെ ഡിജിറ്റൽ ആർക്കൈവായിരുന്നു അത്. പിന്നീട് നദീതടങ്ങളിലെ കൃഷിയും ഗ്രാമങ്ങളും നഗരങ്ങളും പിറന്നു. ഓരോ സമൂഹവും മനുഷ്യ മസ്തിഷ്കത്തെ പുതിയ രീതിയിൽ മെരുക്കിയെടുത്തു. മെസപ്പൊട്ടാമിയയിലെ ക്യൂനിഫോം ലിപികൾ മനുഷ്യന്റെ ഓർമ്മശക്തിയെ കല്ലുകളിൽ തളച്ചിട്ടു. പുരാതന ഈജിപ്തിൽ മസ്തിഷ്കം വിചിത്രമായ ഭയങ്ങളുടെ കേന്ദ്രമായി. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവിടെ നിന്നുണ്ടായി. ഗ്രീസിലെ തെരുവുകളിൽ ചിന്തയുടെ വൻ സ്ഫോടനങ്ങൾ നടന്നു. ഞാൻ ആരാണ് എന്ന് മനുഷ്യൻ ആദ്യമായി സ്വയം ചോദിച്ചത് അവിടെ വെച്ചാണ്. എന്നാൽ ഈ അന്വേഷണങ്ങൾക്കിടയിൽ ഒരു മിഥ്യയും ആഴ്ന്നിറങ്ങി. ഹൃദയമാണ് വികാരങ്ങളുടെയും ചിന്തയുടെയും ഇരിപ്പിടമെന്ന തെറ്റായ വിശ്വാസം. പക്ഷേ ഇന്ന് വസ്തുതകൾ നമ്മെ തിരുത്തുന്നു. നമ്മുടെ പ്രണയവും പകയും തീരുമാനങ്ങളും നിഗൂഢമായ സ്മൃതികളും സർവവും നിയന്ത്രിക്കുന്നത് ശിരസിനുള്ളിലെ ആ മാന്ത്രിക അവയവം മാത്രമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പാരീസിലെ നിശബ്ദമായ ഒരു ആശുപത്രി വാർഡിൽ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടു. സംസാരിക്കാൻ ശേഷി നഷ്ടപ്പെട്ട ഒരു രോഗിയെ നിരീക്ഷിച്ച ശസ്ത്രക്രിയ വിദഗ്ധനായ പോൾ ബ്രോക്ക് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സത്യം കണ്ടെത്തി. മസ്തിഷ്കത്തിലെ ഒരു പ്രത്യേക പ്രദേശം, ഇന്ന് ബ്രോക്ക ഏരിയ എന്നറിയപ്പെടുന്നത്, ഭാഷാപരമായ കഴിവുകളെ നേരിട്ട് നിയന്ത്രിക്കുന്നു. ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതേ കാലഘട്ടത്തിൽ സ്പെയിനിലെ ലാബിൽ മൈക്രോസ്കോപ്പിന് മുന്നിൽ ഉറക്കമില്ലാത്ത രാത്രികൾ ചെലവഴിച്ച സാന്റിയാഗോ റാമോൺ ഇ കാഹൽ ന്യൂറോണുകൾ പരസ്പരം തൊടാതെ നിൽക്കുന്ന സ്വതന്ത്ര കോശങ്ങളാണെന്ന് തെളിയിച്ചു. ന്യൂറോൺ ഡോക്ട്രിൻ, ശാസ്ത്രലോകത്തെ നിശബ്ദ വിപ്ലവം. ഓരോ സിനാപ്സും ഒരു ജീവിതകാലത്തെ തീരുമാനങ്ങൾ കടന്നുപോകുന്ന കവാടമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. 20-ാം നൂറ്റാണ്ട് കത്തുന്ന യുദ്ധങ്ങളിലേതായിരുന്നു. പീരങ്കിയുണ്ടകളും ബുള്ളറ്റുകളും മനുഷ്യ ശരീരങ്ങളെ തകർത്തപ്പോൾ തകർക്കപ്പെട്ട തലച്ചോറുകൾ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. പരുക്കേറ്റ സൈനികരെ പഠിച്ച ഡോക്ടർമാർ അമ്പരപ്പോടെ കണ്ടു. ഒരു നിമിഷം കൊണ്ട് മനുഷ്യന്റെ വ്യക്തിത്വം തന്നെ മാറിമറിയുന്നത്. ചിലർക്ക് കാരുണ്യം നഷ്ടമായി, ചിലർക്ക് പാരമ്പര്യം. ഇതേ കാലഘട്ടത്തിലാണ് അമേരിക്കയിൽ ലോബോട്ടമി എന്ന ക്രൂരമായ പരീക്ഷണങ്ങൾ അരങ്ങേറിയത്. ശാന്തി നൽകാനെന്ന വ്യാജേന മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചുമാറ്റിയ ആ കറുത്ത അധ്യായം ആയിരക്കണക്കിന് ജീവിതങ്ങളെ ജീവച്ഛവങ്ങളാക്കി. ശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷം. എങ്കിലും ആ മുറിവുകളിൽ നിന്ന് പുതിയൊരു സത്യമുദിച്ചു.
മസ്തിഷ്കം ഒരിക്കൽ തകരാറിലായാൽ മാറ്റമില്ലാത്തതാണെന്ന മിഥ്യ തകർന്നു. പകരം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന അത്ഭുതം തിരിച്ചറിയപ്പെട്ടു. അനുഭവങ്ങളിലൂടെയും നിരന്തരമായ പഠനത്തിലൂടെയും മസ്തിഷ്കത്തിന് സ്വയം പുനഃസംഘടിപ്പിക്കാൻ കഴിയുമെന്ന സത്യം മനുഷ്യന് പുതിയ പ്രതീക്ഷ നൽകി. 1990-കളിൽ ഈ കഥ അതിൻ്റെ പാരമ്യത്തിലെത്തുന്നു. MRI, PET സ്കാനുകൾ വഴി ജീവനുള്ള മസ്തിഷ്കത്തിൻ്റെ ചലനങ്ങൾ തത്സമയം കാണാൻ മനുഷ്യന് സാധിച്ചു. നാം പ്രണയത്തിൽ വീഴുമ്പോൾ ഏത് പ്രദേശങ്ങളാണ് ജ്വലിക്കുന്നത്? ഭയം തോന്നുമ്പോൾ ഏത് സർക്യൂട്ടുകളാണ് ഉണരുന്നത്? ഇതെല്ലാം കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ വർണ്ണാഭമായ വെളിച്ചങ്ങളായി തെളിഞ്ഞു. ഡാറ്റയുടെ ഒരു മഹാവിസ്ഫോടനമായിരുന്നു അത്. 86 ബില്യൺ ന്യൂറോണുകൾ, ഓരോന്നിനും ആയിരക്കണക്കിന് അദൃശ്യ ബന്ധങ്ങൾ. പ്രപഞ്ചശാസ്ത്രജ്ഞർ പറയുന്നു, മനുഷ്യ മസ്തിഷ്കത്തിലെ സിനാപ്സുകളുടെ എണ്ണം നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതലാണ്. ഇവിടെ ഒരു നിമിഷം ശ്വാസമടക്കി പിടിക്കുക. നിങ്ങളുടെ തലയോട്ടിക്കുള്ളിൽ ഒരു ഗാലക്സി മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രകാശത്തിൻ്റെ തീവ്രത കൂടുമ്പോൾ നിഴലുകളും നീളുന്നു. ആൽസൈമേഴ്സ്, പാർക്കിൻസൺസ്, ഡിപ്രഷൻ. മസ്തിഷ്കം അതിൻ്റെ തന്നെ കോശങ്ങളെ ശത്രുവായി കാണുന്ന അവസ്ഥകൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഡിപ്രഷൻ എന്ന നിശബ്ദ കൊലയാളി ഇന്ന് ലോകത്ത് 280 മില്യൺ മനുഷ്യരെ ബാധിച്ചിരിക്കുന്നു. സിലിക്കൺ വാലിയിലെ കമ്പനികൾ നമ്മുടെ ഡോപ്പമിൻ ലൂപ്പുകളെ ലക്ഷ്യം വെച്ച് ആപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നു. ശ്രദ്ധയും ഏകാഗ്രതയും ചോർന്നു പോകുന്ന ഒരു തലമുറ. നമ്മുടെ സ്വന്തം സൃഷ്ടികൾ തന്നെ നമ്മുടെ മസ്തിഷ്കത്തെ ഹാക്ക് ചെയ്യുന്ന ഭീതിതമായ കാലം. മനുഷ്യൻ അധികാരം നേടി, ഡാറ്റ ശേഖരിച്ചു, മനസ്സിനെ അളക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ആത്മഹത്യാ നിരക്കുകൾ കുതിച്ചുയരുന്നു. ഒറ്റപ്പെടൽ ഒരു വ്യാധിയായി പടരുന്നു. ഇത് അസ്വസ്ഥമായ ഒരു യാഥാർത്ഥ്യമാണ്. നാഡീശാസ്ത്രം അതിൻ്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോഴും മനുഷ്യ മനസ്സ് മുമ്പത്തേക്കാളും നിസ്സഹായമായി മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യത്വത്തിൻ്റെ കോണിൽ നിന്ന് നോക്കിയാൽ ഈ കഥ ഭയത്തിൻ്റെയും ആവേശത്തിൻ്റെയും പിഴവുകളുടേതുമാണ്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ആദ്യമായി നെഞ്ചോട് ചേർക്കുമ്പോൾ മസ്തിഷ്കത്തിൽ ഓക്സിറ്റോസിൻ പ്രവാഹമുണ്ടാകുന്നു. അതൊരു രാസപ്രവർത്തനമല്ല, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ സർക്യൂട്ടാണ്. ഒരു ചെസ് താരം ഓരോ നീക്കവും ആലോചിക്കുമ്പോൾ അവൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കത്തുന്നു. ഒരു കലാകാരൻ ക്യാൻവാസിൽ നിറങ്ങൾ ചാലിക്കുമ്പോൾ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് സ്വപ്നങ്ങളുടെ പുതിയ ലോകം സൃഷ്ടിക്കുന്നു. എന്നാൽ ഇതേ മസ്തിഷ്കത്തിൻ്റെ തന്നെ മറ്റൊരു വശമുണ്ട്. അധികാരം ലഭിക്കുമ്പോൾ ചിലരിൽ സഹാനുഭൂതി ഇല്ലാതാകുന്നു. യുദ്ധക്കളങ്ങളിൽ മസ്തിഷ്കം തന്നെ സഹജീവിയെ ശത്രു എന്ന് മുദ്രകുത്തുന്നു. നമ്മെ രക്ഷിക്കുന്നതും നമ്മെ വഞ്ചിക്കുന്നതും ഇതേ കോശജാലങ്ങൾ തന്നെയാണ്. നമ്മൾ ജീവിക്കുന്നത് മിഥ്യകൾക്കു നടുവിലാണ്. നമ്മൾ തലച്ചോറിൻ്റെ 10% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നത് ഒരു വലിയ നുണയാണ്. സത്യാവസ്ഥ എന്തെന്നാൽ അത്യാധുനിക സ്കാനുകൾ കാണിച്ചു തരുന്നത് മിക്കവാറും എല്ലാ സമയത്തും മസ്തിഷ്കത്തിൻ്റെ ഭൂരിഭാഗവും സജീവമാണെന്നാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും തലച്ചോറുകൾ അടിസ്ഥാനപരമായി വ്യത്യസ്തമാണെന്ന വാദവും തള്ളിക്കളയേണ്ടതുണ്ട്. ചെറിയ ശരാശരി വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ലിംഗവ്യത്യാസത്തേക്കാൾ വലുത്. സംസ്കാരവും വളർന്നുവരുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളുമാണ് ഈ ജൈവയന്ത്രത്തിന് രൂപം നൽകുന്നത്. അവസാന രംഗം ഇതാ ഇന്നത്തെ ലാബുകളിൽ വിരിയുന്നു. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസുകൾ BCI മനുഷ്യരിലും പരീക്ഷിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ശരീരം തളർന്നുപോയവർ കേവലം ചിന്തകൾ കൊണ്ട് കമ്പ്യൂട്ടർ കർസറുകൾ നീക്കുന്നു. ഓർമ്മകൾ മാഞ്ഞു പോകുന്ന രോഗികളുടെ തലച്ചോറിലേക്ക് ഇലക്ട്രോഡുകൾ വെച്ച് പിടിപ്പിക്കുന്നു. എന്നാൽ ഈ പുരോഗതിക്കൊപ്പം ഒരു ഭീതിയും വളരുന്നു. നമ്മുടെ സ്വകാര്യമായ ചിന്തകൾ പോലും എന്നെങ്കിലും വായിക്കപ്പെടുമോ? ഈ നിമിഷം ശാസ്ത്രം ഒരു ഭീമാകാരമായ മൗനത്തിന് മുന്നിൽ നിൽക്കുകയാണ്. മനുഷ്യൻ തൻ്റെ തന്നെ സൃഷ്ടാവാകാൻ ശ്രമിക്കുന്ന ഘട്ടം. അതിജീവനത്തിനായി രൂപപ്പെട്ട ഈ അവയവം ഇപ്പോൾ മനുഷ്യവംശത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിയെഴുതാൻ തയ്യാറെടുക്കുന്നു. ഈ വിസ്മയകരമായ പാരമ്പര്യം നാം എങ്ങനെ കൈകാര്യം ചെയ്യും? സഹാനുഭൂതിയും സ്നേഹവും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലൂടെയോ അതോ ഡോപ്പമിൻ അടിമകളാക്കുന്ന സ്ക്രീനുകളിലൂടെയോ? ശാസ്ത്രം നമുക്ക് ശക്തി നൽകി, ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകി. മസ്തിഷ്കം കേവലം ഒരു ജൈവ യന്ത്രമല്ല, അത് അനുഭവങ്ങളുടെ പ്രക്ഷുബ്ധമായ നദിയാണ്. സഹസ്രാബ്ദങ്ങളുടെ പിഴവുകളുടെ ശേഖരമാണ്. വരും കാലത്തേക്കുള്ള പ്രതീക്ഷയുടെ കനലാണ്. നിങ്ങൾ ഇന്നെടുക്കുന്ന ഓരോ തീരുമാനവും അവിടെ കൊത്തിവെക്കപ്പെടുന്നു. ഓരോ സ്നേഹനിമിഷവും അവിടെ സ്വർണ്ണ നൂലുകളായി പിണയുന്നു. ഓരോ ക്രൂരതയും അവിടെ ഒരു കറുത്ത പാടായി അവശേഷിക്കുന്നു. ചരിത്രം ഇത് രേഖപ്പെടുത്തും. പക്ഷേ
നമ്മുടെ ശിരസിനുള്ളിലെ ഈ വിശ്വമഹാപ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊള്ളുന്നത്?